ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് ഉറ്റുനോക്കുന്ന ആ ദിവസം വന്നെത്തി. KGF എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം നീണ്ട 4 വർഷത്തെ ഇടവേള, 1460 ദിവസങ്ങൾ, നമ്മുടെ സ്വന്തം റോക്കി ഭായ് യഷ് വീണ്ടും വെള്ളിത്തിരിയിലേക്ക് എത്തുകയാണ്. മാർച്ച് 19, 2026. തിയേറ്ററുകൾ പൂരപ്പറമ്പാകാൻ ഇനി വെറും 2 മാസം മാത്രം. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്ന ചിത്രം റിലീസ് ദിവസം തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്ന് പറയുന്നതിന് 10 കാരണങ്ങളിതാ. 1. യഷിന്റെ രാജകീയ തിരിച്ചുവരവ്. ആദ്യത്തെ കാരണം മറ്റൊന്നുമല്ല, അത് യഷ് തന്നെയാണ്. KGF ചാപ്റ്റർ 2-ന് ശേഷം യഷ് എന്ത് ചെയ്യും, ഏത് കഥ തിരഞ്ഞെടുക്കും എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ടോക്സിക്. പല വമ്പൻ പ്രോജക്റ്റുകളും വേണ്ടെന്ന് വെച്ച് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ കഥയാണെങ്കിൽ അതിലെന്തോ ഒരു മാജിക് ഒളിഞ്ഞിരിപ്പുണ്ട്. 4 വർഷമായി ആരാധകർ കാത്തിരിക്കുന്ന ആ മാസ് എൻട്രി മാർച്ച് 19-ന് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ലഭിക്കുന്ന ആവേശം അത് വേറെ ലെവലായിരിക്കും. ഇത് വെറുമൊരു തിരിച്ചുവരവല്ല, സിംഹാസനം ഉറപ്പിക്കാനുള്ള വരവാണ്. 2. ഗീതു മോഹൻദാസിന്റെ മാജിക്. മൂത്തോൺ, ലയേഴ്സ് ഡൈസ് എന്നീ ഗംഭീര റിയലിസ്റ്റിക് സിനിമകൾക്ക് ശേഷം ഗീതു മോഹൻദാസ് ഒരു പക്ക മാസ് ആക്ഷൻ സിനിമയുമായി വരുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. ഒരു ക്ലാസ് ഡയറക്ടറും മാസ് ഹീറോയും ഒന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു പുതിയ സിനിമാ അനുഭവമായിരിക്കുമെന്നുറപ്പാണ്. റിയലിസ്റ്റിക് സിനിമയുടെ ആഴവും കമേഴ്ഷ്യൽ സിനിമയുടെ ആഘോഷവും ചേരുമ്പോൾ സ്ക്രീനിൽ വിസ്മയം പിറക്കും. 3. ഞെട്ടിക്കുന്ന താരനിര. യഷിനൊപ്പം എത്തുന്നത് ആരാണെന്നോ? ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര, ബോളിവുഡ് സുന്ദരി കിയാര അദ്വാനി, ഹുമ ഖുറേഷി, ഒപ്പം നമ്മുടെ സ്വന്തം രുക്മിണി വസന്ത് എന്നിവരാണ്. ഇതൊരു നായക കേന്ദ്രീകൃത സിനിമ മാത്രമല്ല, നായകന് തുല്യമായ റോളുകളുള്ള, കഥയുടെ ഗതി മാറ്റാൻ കെൽപ്പുള്ള ശക്തരായ ലേഡി ബോസുമാരാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ഈ വമ്പൻ താരങ്ങൾ ഒരേ ഫ്രെയിമിൽ വരുമ്പോൾ തിയേറ്ററിൽ കയ്യടി നിറയും. 4. 1980-കളിലെ ഗോവ. സിനിമയുടെ കഥ നടക്കുന്നത് 1980-കളിലെ ഗോവയിലാണ്. ഇന്നത്തെ പാർട്ടി ഗോവ മാത്രമല്ല, മയക്കുമരുന്ന് മാഫിയയും അധോലോകവും അന്നത്തെ വിന്റേജ് സ്റ്റൈലും എല്ലാം ചേർന്ന് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ പ്രതീക്ഷിക്കാം. ബെൽ ബോട്ടം പാന്റുകളും നിയോൺ ലൈറ്റുകളും പഴയ കാറുകളും, നമ്മൾ ഇതുവരെ കാണാത്ത രക്തം പുരണ്ട ചരിത്രമുള്ള ഒരു ഗോവയെ ഗീതു മോഹൻദാസ് നമുക്ക് കാണിച്ചു തരും. 5. റയ എന്ന വില്ലൻ പരിവേഷമുള്ള നായകൻ. അച്ഛൻ വന്നു എന്ന് ടീസറിൽ യഷ് പറഞ്ഞത് ഓർമ്മയില്ലേ? റയ എന്നാണ് യഷിന്റെ കഥാപാത്രത്തിന്റെ പേര്. നന്മ നിറഞ്ഞ, എല്ലാവരെയും രക്ഷിക്കുന്ന നായകനല്ല, മറിച്ച് കുറച്ച് ടോക്സിക്കായ, വില്ലൻ ഷെയ്ഡുള്ള, സ്വന്തം നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് യഷ് അവതരിപ്പിക്കുന്നത്. റോക്കി ഭായിയേക്കാൾ അപകടകാരിയാണോ റയ? അതറിയാൻ തിയേറ്ററിൽ തന്നെ പോകണം. 6. പാൻ വേൾഡ് മേക്കിംഗ്. ഇതൊരു സാധാരണ പാൻ ഇന്ത്യൻ സിനിമയല്ല. ഇംഗ്ലീഷിലും കന്നഡയിലുമായിട്ടാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലോകോത്തര നിലവാരമുള്ള മേക്കിങ്ങും ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ JJ പെറി ഒരുക്കുന്ന സംഘടന രംഗങ്ങളും തിയേറ്ററിൽ തീപ്പൊരി പാരിക്കും. ജോൺ വിക് സിനിമകളിലെ പോലെ വേഗതയും കൃത്യതയുമുള്ള ഫൈറ്റുകൾ ഇന്ത്യൻ സ്ക്രീനിൽ കാണാൻ തയ്യാറായിക്കോളൂ. 7. രവി ബസ്രൂരിന്റെ സംഗീതം. KGFന്റെ ആ പൾസ് ഉയർത്തുന്ന BGM മറക്കാൻ പറ്റുമോ? അതേ രവി ബസ്രൂർ തന്നെയാണ് ടോക്സിക്കിനും സംഗീതം നൽകുന്നത്. വെറും ശബ്ദകോലാഹലമല്ല, സീനിന്റെ ഇമോഷൻ പ്രേക്ഷകന്റെ നെഞ്ചിലേക്ക് ഇറക്കുന്ന മാന്ത്രിക വിദ്യ. തിയേറ്ററിലെ സ്പീക്കറുകൾ കുലുങ്ങുന്ന ശബ്ദവിസ്മയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രോമാഞ്ചം വരാതെ നിങ്ങൾക്ക് സീറ്റിലിരിക്കാൻ കഴിയില്ല. 8. രാജീവ് രവിയുടെ ക്യാമറ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളാണ് രാജീവ് രവി ഈ ചിത്രത്തിനു വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. ഗാങ്സ് ഓഫ് വസീപൂർ ഒക്കെ പോലെ പച്ചയായ എന്നാൽ മനോഹരമായ ഫ്രെയിമുകൾ. ഇരുണ്ടതും നിഗൂഢവുമായ ടോക്സിക്കിന്റെ ലോകം രാജീവ് രവിയുടെ ഫ്രെയിമുകളിലൂടെ കാണുമ്പോൾ അത് വേറൊരു അനുഭവമായിരിക്കും. ഓരോ ഷോട്ടും ഒരു പെയിന്റിംഗ് പോലെ മനസ്സിൽ പതിയും. 9. മുതിർന്നവർക്കുള്ള ഫെയറി ടെയിൽ. സിനിമയുടെ ടാഗ്ലൈൻ തന്നെ എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്നാണ്. സാധാരണ കഥകളിലെ പോലെ രാജകുമാരനും രാജകുമാരിയും സുഖമായി ജീവിക്കുന്ന ക്ലൈമാക്സ് അല്ല ഇവിടെ. കുട്ടിക്കളിയല്ല, മുതിർന്നവർക്കു വേണ്ടിയുള്ള വയലൻസും ഇമോഷൻസും ചതിയും നിറഞ്ഞ ഗൗരവമുള്ള ഒരു കഥയായിരിക്കും ടോക്സിക് പറയുന്നത്. പ്രവചിക്കാൻ കഴിയാത്ത ട്വിസ്റ്റുകൾ ഉറപ്പ്. 10. ആ റിലീസ് ദിനത്തിലെ ആവേശം. അവസാനമായി ആ റിലീസ് ദിനം മാർച്ച് 19, 2026. ആദ്യ ദിവസം ആദ്യ ഷോ കണ്ട് സസ്പെൻസുകൾ ആരും പറഞ്ഞു തരുന്നതിന് മുൻപേ, സോഷ്യൽ മീഡിയയിൽ സ്പോയിലർ വരുന്നതിന് മുൻപേ അറിയുന്ന ആ സുഖം. യഷ് ഫാൻസിനൊപ്പം ആർപ്പ് വിളിച്ച് ഡയലോഗുകൾക്ക് കൈയടിച്ച് സിനിമ കാണുന്ന ആ വൈബ്,
അത് മിസ് ചെയ്യാൻ പാടില്ല. അതൊരു സിനിമ കാണൽ മാത്രമല്ല, അതൊരു ആഘോഷമാണ്. അതുകൊണ്ട് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ സീറ്റ് ഉറപ്പിച്ചോളൂ. ഒരു ടിക്കറ്റ് പോലും ബാക്കിയുണ്ടാകില്ല. മാർച്ച് 19-ന് തിയേറ്ററുകളിൽ ചരിത്രം പിറക്കുന്നത് കാണാൻ റെഡി ആയിക്കോളൂ. ടോക്സിക്, ഇൻടോക്സിക്കേറ്റിംഗ് ദ വേൾഡ് സൂൺ.